മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെ ഇന്ന് MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ പട്ടികയുടെ ഒരു ഭാഗം പുറത്തു വന്നു. അത് വാർത്തയായി മാറുന്നു. പിന്നീട് അതിലൊരു വിവാദം ഉണ്ടാകുന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലാണ് ഫോട്ടോ സഹിതമുള്ള വാർത്ത വന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, സന്ദീപ് വാര്യർ തുടങ്ങിയവരുടെ പിന്തുണ KC വേണുഗോപാലിനാണ്. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ ഉദുമയിലെ നിയുക്ത MLA K നീലകണ്ഠൻ രംഗത്തു വന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിലെ നിർണായക യോഗമാണ് ഇന്നലെ KPCC ആസ്ഥാനത്ത് നടന്നത്. നിയുക്ത MLA-മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങൾ പിന്തുണയ്ക്കുന്നവരുടെ പേര് AICC നിരീക്ഷകർക്ക് മുന്നിൽ വെച്ചു. അങ്ങേയറ്റം രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഈ വിവരമാണ് വാർത്താ ചിത്രമായി പുറത്തുവന്നത്. പുറത്തുവന്ന പട്ടിക പ്രകാരം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, സന്ദീപ് വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷാ വിജയൻ തുടങ്ങിയവർ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. ശക്തനായ രമേശ് ചെന്നിത്തല പക്ഷക്കാരനായ IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം KC വേണുഗോപാലിനും പിന്തുണ നൽകി. ആ പുറത്തു വന്ന ചിത്രത്തിന്റെ വസ്തു എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി ചർച്ചകളിൽ തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ പരാതിയുമായി ഉദുമയിലെ നിയുക്ത MLA K നീലകണ്ഠൻ രംഗത്തെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുകുൾ വാസ്നിക്കിന് കത്തയച്ചെന്നും K നീലകണ്ഠൻ പറഞ്ഞു. അല്ല, ഞാൻ ഇതിനെക്കുറിച്ചൊരു വിഷയം വന്നു. ആ വിഷയത്തെക്കുറിച്ചിട്ട് അത് എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ICC ജനറൽ സെക്രട്ടറി ആയ മുകുൾ വാസ്നിക്കോടും ട്രഷറായ അജയ് മാക്കറിനും മെയിൽ അയച്ചു കഴിഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച ജനങ്ങളുടെ വികാരമനുസരിച്ചുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണമെന്ന് കൃത്യതയോടുകൂടി ഞാൻ പറഞ്ഞു. K നീലകണ്ഠൻ VD സതീശൻ പക്ഷക്കാരനാണെന്ന് അവരവകാശപ്പെടുന്നു. VD സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ വിവരം AICC നിരീക്ഷകരുടെ കൂടിക്കാഴ്ചയിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നും സംശയിക്കുന്നു. നിരീക്ഷകരുടെ റിപ്പോർട്ട് KC വേണുഗോപാലിന് അനുകൂലമാണെങ്കിൽ VD സതീശൻ പക്ഷത്തിന് റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.